ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കാണിക്കുന്നത്. ഇപ്പോൾ ഫ്ലവേഴ്സ് ഉണ്ടായിട്ടുള്ള പ്ലാന്റ്സ് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് പ്ലാന്റ് ഈ ഒരു ചൈനീസ് ബോൾസ് ആണ്. ചൈനീസ് ബോൾസത്തിൻ്റെ 2 ടൈപ്പ് പ്ലാന്റിൽ മാത്രമാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഫ്ലവർ വന്നിട്ടുള്ളത്. ഒന്ന് ഈ ഒരു പ്ലാന്റും അടുത്തത് ഈ ഒരു പ്ലാന്റിലാണ് ഇപ്പോൾ ഫ്ലവേഴ്സ് ഉള്ളത്. അടുത്തത് ഈ സാധാരണ ബോൾസ് ആണ്. ഇപ്പോൾ ഇതിൻ്റെ റെഡ് ഷെയ്ഡ് മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത്. വയലറ്റൊക്കെ ഉണ്ടായിരുന്നു, അതിൽ ഫ്ലവേഴ്സൊക്കെ വന്ന് പോയി. ഇപ്പോൾ ഈ ഒരു റെഡ് ഷെയ്ഡിൽ മാത്രമാണ് ഫ്ലവേഴ്സ് ആയിട്ടുള്ളത്. അടുത്തത് ഈ ഒരു കമ്മൽ ചെടിയാണ്. നല്ല ഭംഗിയാണ്, ഇതിൽ നിറയെ പൂക്കളുണ്ടായി നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. നമ്മളധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും നല്ല രീതിയിൽ വളർന്നു വരുന്നൊരു ചെടിയാണിത്. ഒരു നാടൻ ചെടിയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ചെടിയും കൂടിയാണ്. അടുത്തത് ഈ ഒരു ജറബറയാണ്. ജറബറയുടെ യെല്ലോ മാത്രമാണ് ഇപ്പം എൻ്റെ കയ്യിൽ ഫ്ലവറായിട്ട് ഉള്ളത്. അടുത്തത് ചെണ്ടുമല്ലി അഥവാ മാരിഗോൾഡാണ്. ചെണ്ടുമല്ലിയുടെ ഒരു 3-4 ടൈപ്പ് ഫ്ലവർ വരുന്ന പ്ലാന്റ്സ് എൻ്റെ കയ്യിലുണ്ട്. അതിൽ ഒരു ടൈപ്പാണ് ഈ ഒരു ഫ്ലവർ വരുന്ന പ്ലാന്റ്. ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അതേപോലെ ഒരു പ്ലാന്റിൽ തന്നെ നിറയെ ഫ്ലവറായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ടൈപ്പ് ചെടിയാണ് കേട്ടോ ഇത്. പിന്നെ അടുത്തത് ഈ ഒരു വെറൈറ്റിയാണ് ചെണ്ടുമല്ലിയുടെ തന്നെ. ഇതൊക്കെ നമ്മൾ ഓണത്തിന് പൂക്കളിടാൻ വേണ്ടിയിട്ട് വാങ്ങുന്ന ആ ഒരു ടൈപ്പ് ഫ്ലവറാണിത്. ഇത് നിറയെ ഞാനിങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിറയെ ഇങ്ങനെ പൂക്കളുണ്ടായി നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. ഇതേ രീതിയിലുള്ള ഓറഞ്ച് കളറും എൻ്റെ കയ്യിലുണ്ട്. ഫ്ലവേഴ്സ് അത്ര വലിപ്പമില്ല, എന്നാലും എല്ലാം കൂടെ ഇങ്ങനെ പൂക്കളുണ്ടായി നിൽക്കുന്ന കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. പിന്നെ ഈ ഒരു ടൈപ്പും ഉണ്ട്, പിന്നെ നേരത്തെ കാണിച്ചത് തന്നെയായിരുന്നു. പിന്നെ അടുത്തത് പെറ്റൂണിയാണ്. പെറ്റൂണിയുടെ ഈ ഒരു ഷെയ്ഡാണ് എൻ്റെ കയ്യിൽ കൂടുതലും ഉള്ളത്. പെറ്റൂണിയയുടെ ഒരുപാട് പ്ലാന്റ്സ് എൻ്റെ കയ്യിലുണ്ട്. ഒരു 10-50 പ്ലാന്റോളം ഞാനിതുപോലെ സീഡ് വാങ്ങി മുളപ്പിച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പ്ലാന്റ്സാണ്. അതിലടുത്തൊരു ഷെയ്ഡ് ഈ ഒരു വയലറ്റ് ഷെയ്ഡാണ്. ഇത് ക്യാമറയിൽ കാണുന്നതിനെക്കാട്ടും കുറച്ചും കൂടി ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. ഇതെല്ലാമാണ് എൻ്റെ പെറ്റൂണിയയുടെ കളക്ഷൻസ്. അതിലൊരു വയലറ്റ് ഇവിടെ മുട്ടിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് ഈ ഒരു ഷെയ്ഡാണ്. പിന്നെ 2-3 ഷെയ്ഡാണ് എൻ്റെ കയ്യിൽ പെറ്റൂണിയ ഉള്ളത്. പെറ്റൂണിയ നല്ല ഭംഗിയാണ്, അല്ലാതെ ഇങ്ങനെ ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന കാണാൻ വേണ്ടിയിട്ട്. അടുത്ത പ്ലാന്റ് സീനിയ പ്ലാന്റ് ആണ്. സീനിയ 2-3 ടൈപ്പ് കളേഴ്സ് ഉള്ളതുണ്ട്. നമ്മുടെ സാധാരണ 10 മണി ചെടികൾ 2 ടൈപ്പ് 10 മണിയുണ്ട്. കട്ടയിട്ട് വരുന്ന 10 മണിയുണ്ട്, അതേപോലെ സാധാ നോർമൽ 10 മണിയുണ്ട്. 10 മണിയിൽ ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസം ഫ്ലവേഴ്സ് കുറച്ച് കുറവാണ്. സാധാരണ ഇതിനെക്കാട്ടും കൂടുതൽ ഫ്ലവേഴ്സ് ഉണ്ടാവാറുണ്ട്. അടുത്തത് എൻ്റെ ഹാങ്ങിങ് ഇത് ഹാങ് ചെയ്ത് തുടങ്ങിയിട്ടില്ല, നിറയെ മുട്ടുകൾ ഇട്ടിട്ടുണ്ട്. അതേപോലെ 1-2 ഫ്ലവേഴ്സും വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റിൻ്റെ റീപോട്ടിങ്ങും വളർത്തലൊക്കെ ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ. ഇനി അടുത്തത് ചെത്തിയാണ്. ഈ ഒരു പ്ലാന്റിലാണ് കൂടുതലും ഫ്ലവർ ഉണ്ടായിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ഒരു 3-4 ടൈപ്പ് ചെത്തികളുണ്ട്. അടുത്തൊരു വെറൈറ്റിയാണിത്. ഇതിലും നല്ല രീതിയിൽ തന്നെ ഫ്ലവേഴ്സ് വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ യെല്ലോ ഉണ്ട്, അതേപോലെ നാടൻ ചെത്തിയുണ്ട് കേട്ടോ. യെല്ലോ ചെത്തിയിൽ അധികം ഫ്ലവേഴ്സൊന്നും വന്നിട്ടില്ല. അടുത്തത് ഈ ഒരു കോസ്മോസാണ്. നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ കളർ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കളറാണ് ഈ ഒരു കോസ്മോസിൻ്റെ. ഇതാണ് എൻ്റെ ഗാർഡനിലുള്ള കുറച്ച് പ്ലാന്റ്സ്. അപ്പോൾ എൻ്റെ ഗാർഡനിലുള്ള എല്ലാ പ്ലാന്റ്സും ഞാൻ കാണിച്ചിട്ടില്ല, കാരണം ഇപ്പോൾ ഫ്ലവർ ഉണ്ടായി നിൽക്കുന്ന പ്ലാന്റ്സ് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി എല്ലാ പ്ലാന്റ്സിലും ഫ്ലവർ ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെയും ഒരു വീഡിയോ ഞാൻ ഇതുപോലെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്